അയാൾക്ക് തോന്നണം ഇത്രയും കഴിവ് ഇത്രയും അറിവ് ഇയാൾക്ക് ഉണ്ട്, അതുകൊണ്ട് ഇയാളെ കേൾക്കണം, ഇയാളെ മനസ്സിലാക്കണം, ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചില ആൾക്കാരൊക്കെ അതിന് തോന്നിയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ട് ഇതിലേതാ ബെസ്റ്റ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വാല്യൂ കൊടുക്കുന്ന സെയിൽസ്മാനാണ്, ബാക്കിയുള്ള ആൾക്കാർ അവർ കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്കൊരു വാല്യൂ കൊടുക്കുന്നത് ആ സെയിൽസ് പേഴ്സൺ ആണ് അല്ലെ. വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അയാൾക്ക് കൊടുക്കുന്നത് സെയിൽസ്മാനാണ്. അതായത് വാല്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരാ? നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ പേരെന്താണ്? വാല്യൂ ക്രിയേറ്റർ ആണ്. യു ആർ ദി വാല്യൂ ക്രിയേറ്റർ. അപ്പൊ ഇങ്ങനത്തെ ഒരു വാല്യൂ ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ്മാൻ എന്നുള്ള ലെവലിലുള്ള കാറ്റഗറി മാറി ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, നിങ്ങളോട് വളരെ ഇൻട്രസ്റ്റോടുകൂടി അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ തയ്യാറാവും. പക്ഷേ യു ഷുഡ് ബി എ വാല്യൂ ക്രിയേറ്റർ. വാല്യൂ ക്രിയേറ്റർ ആവണമെങ്കിൽ എന്ത് വേണം? യു ബി എ എക്സ്പെർട്ട്. അയാൾക്ക് തോന്നണം ഇത്രയും കഴിവ് ഇത്രയും അറിവ് ഇയാൾക്ക് ഉണ്ട്, അതുകൊണ്ട് ഇയാളെ കേൾക്കണം, ഇയാളെ മനസ്സിലാക്കണം, ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചില ആൾക്കാരൊക്കെ അതിന് തോന്നിയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ട് ഇതിലേതാ ബെസ്റ്റ് പേടിക്കുക, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോഴാണ് അത് വാല്യൂ ക്രിയേറ്റർ ആയി മാറുന്നത്. ചില കടയിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് സജഷൻ ചോദിക്കൂലേ, സെയിൽസ്മാൻ അയാൾ പറയുന്നത് അത്രയും സിൻസിയർ ആയിട്ട് വളരെ ഡീപ്പായിട്ടായിരിക്കും അയാൾ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക.